അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പഠിതാക്കളെ, നമ്മൾ മലയാളം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കേട്ടറ്റിന്റെ ആവശ്യകതയും കേട്ടറ്റ് നിലവിൽ നമ്മുടെ അധ്യാപന മേഖലയിൽ അനിവാര്യ ഘടകമായത് കൊണ്ടും തന്നെ കേട്ടറ്റിൽ തന്നെ വളരെ സുപ്രധാനമായ ഒരു ഏരിയ ആയിട്ട്, അറബി ചെയ്യുന്ന ആളുകൾക്ക് തന്നെ വളരെ സുപ്രധാനമായ ഒരു ഏരിയ ആയിട്ട് മലയാളം ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മലയാള പഠനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കേട്ടറ്റിന് വരുന്ന മലയാളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വെളിച്ചം നൽകുന്നതിന് വേണ്ടി മാത്രം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ കേട്ടറ്റിന്റെ മലയാള ചോദ്യ പേപ്പറിന്റെ ഒരു ഡിസ്കഷനാണ് നമ്മളോട് നടത്താൻ പോകുന്നത്. ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇത് ഒരു ഫുൾ ക്ലാസ് അല്ല. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുക ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. ചോദ്യം എങ്ങനെ വരിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠനത്തിന് ഇറങ്ങുക എന്നതാണ്. അപ്പോൾ പഠനത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏതൊരു പരീക്ഷയ്ക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഏതിലൂടെ സഞ്ചരിക്കണം എന്നത് അറിയൽ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ മലയാളം സിലബസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. പല ഭാഗങ്ങളിൽ നിന്ന്, പല രീതികളിൽ നിന്ന് ചോദ്യങ്ങൾ അതിന് നിങ്ങൾക്ക് കാണാം. സുപ്രധാനമായി 10 ചോദ്യങ്ങൾ വരുന്നത് പാരഗ്രാഫുകളിൽ നിന്നാണ്. 5 ചോദ്യങ്ങൾ, 5 മൾട്ടിപ്പിൾ ചോയ്സ് വരുന്ന ചോദ്യങ്ങൾ കവിത തന്ന് അതിന്റെ വിശകലനം നടത്താനും, 5 മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് വിശകലനം നടത്തിക്കൊണ്ട് ഉത്തരം കണ്ടെത്താനുമായിരിക്കും. അങ്ങനെയാണ് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വിശകലനം ചെയ്യാൻ ഏറ്റവും വേണ്ടത് നമുക്ക് മലയാള വായനയാണ്. അത് എസ്സേ ആകട്ടെ, പത്രമാകട്ടെ, എന്തായാലും മലയാളം നന്നായിട്ട് വായിച്ചുകൊണ്ടേ ഇരിക്കുക എന്നത് അതിന് അനിവാര്യമാണ്. മറ്റൊരു പ്രിപ്പറേഷൻ കൊണ്ട് അത് ക്ലിയർ ആവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അത് അങ്ങനെ 10 മാർക്ക്, 30 മാർക്കിലെ 10 മാർക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് നിലവിലെ ഭാഷയുടെ വിവിധ ഭാഗങ്ങൾ, ഗ്രാമറിൽ നിന്ന് ഒരു പക്ഷെ 5 മാർക്കിനാണ് ചോദ്യം വരിക എങ്കിലും ഗ്രാമറിന്റെ വലിയൊരു ഏരിയ നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സന്ധികള്, അതുപോലെ പദശൈലികള്, അക്ഷരത്തെറ്റ് കൂടാതെ പദങ്ങൾ പ്രയോഗിക്കാനും വാക്കുകൾ പ്രയോഗിക്കാനും കഴിക്കാം. ഇങ്ങനെ വലിയൊരു പല പല ഏരിയകൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ചോദ്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതോട് കൂടിയിട്ട്, ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യത്തിന്റെ മറ്റു കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നല്ല, ആ ചോദിക്കപ്പെട്ട ഏരിയ, ആ ഭാഗം അത് റിപ്പീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്നാണ്. ഏതായാലും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ടൊന്നും ഇങ്ങനെ നോക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ നോക്കാം. അപ്പോ ഒന്നാമത്തെ ഒരു ചോദ്യം, താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകളിൽ നിന്ന് ചന്ദ്രൻ, ബുദ്ധി എന്നീ അർത്ഥങ്ങളുള്ള പദം ഏത് എന്നാണ്. ചന്ദ്രൻ, ബുദ്ധി, ശരിക്കും 2 വാക്കുകൾ നമുക്ക് നോക്കുമ്പോൾ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. കാരണം ചന്ദ്രൻ എന്നുള്ളത് വേറൊരു വാക്കാണ്, ബുദ്ധി എന്നുള്ളതും വേറൊരു വാക്കാണ്. പക്ഷെ ഇതേ 2 അർത്ഥത്തിനും ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. താഴെ വരുന്ന വാക്കുകളിൽ നിന്ന് പ്രജ്ഞ, ശശി, മതി, കൗമുദി, ഈ വാക്കുകളിൽ നിന്ന് മുകളിൽ പറഞ്ഞ ചന്ദ്രൻ, ബുദ്ധി എന്ന അർത്ഥമുള്ള പദമേത്. അപ്പോൾ ഇതിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തീർച്ചയായിട്ടും ഈ ഇത്തരം വാക്കുകൾ അഥവാ ഈ വാക്കർത്ഥങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കൽ അനിവാര്യമാണ്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ പഠിപ്പുള്ള എന്നൊക്കെ അർത്ഥമുണ്ട്. ശശി, മതി, കൗമുദി. ഉത്തരം നോക്കാം. മതി എന്ന പദത്തിനാണ് ചന്ദ്രൻ, ബുദ്ധി എന്ന അർത്ഥമുള്ളത്. അപ്പൊ പദജ്ഞാനം, പദങ്ങളെ കുറിച്ചുള്ള ധാരണ, ഇത് ഉണ്ടായിരിക്കല് അനിവാര്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ കൗമുദി എന്നൊക്കെ പറഞ്ഞ ദീപക്കാഴ്ച, ഉത്സവം, നിലാവ് എന്ന അർത്ഥമുണ്ട്. പിന്നെ ശശി എന്നുള്ളതൊരു പേരാണ്. പിന്നെ അങ്ങനെ വിവിധ പദങ്ങളുടെ അർത്ഥങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കുന്നതിന് അത് ഓർത്തു വെച്ച പ്രാധാന്യമുണ്ട്. അടുത്തൊരു ചോദ്യം, ചുവടെ കൊടുത്തതിൽ ഒരാള് മ്യൂട്ട് ചെയ്യാൻ പറ്റാം.
ഇവിടെ ചേർത്തവയിൽ കുമാരനാശൻ എഴുതിയ കൃതി ഏത് എന്നുള്ളത്. താഴെ കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട്. കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ, ഉറൂബ്, അങ്ങനെ കുറച്ച് ഈ മലയാള സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിലെ ക്ലാസിക്സ് എന്ന് പറയുന്ന സാഹിത്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ എല്ലാ കൃതികളെയും പഠിക്കൽ പ്രയാസമാണ്. അപ്പൊ നമ്മൾ ആ കുറച്ച് ആളുകളുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കൃതികൾ ഓർത്തു വെക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അവയൊക്കെ കുറിച്ച് നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ക്ലാസ്സുകൾ വിശദമായിട്ട് ലഭിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്, ഈ ഭാഗം നിങ്ങൾ ഇതൊന്നുമില്ലാതെ സ്വയം പഠിക്കുകയാണെങ്കിലൊക്കെ ഈ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താണ്. ചുവടെ ചേർത്തവയിൽ കുമാരനാശാൻ എഴുതിയ കൃതി ഏത്? ഭക്തിദീപിക, പുഷ്പവാടി, തരങ്കിണി, ബധിരവിലാപം. ഇതിൽ കുമാരനാശാൻ എഴുതിയ കൃതി ഏത്? നോക്കാം. പുഷ്പവാടിയാണ് കുമാരനാശാന്റെ കൃതിയായിട്ട് വരുന്നത്. അപ്പൊ ഇനി ഭക്തിദീപിക എന്നുള്ളത് എസ് കൃഷ്ണയ്യരുടെ കൃതിയാണ്. പിന്നെ ബധിരവിലാപം വെള്ളത്തോളിന്റെ കൃതിയാണ്. അപ്പൊ അങ്ങനെ ഓരോന്ന് എടുത്ത് നമ്മൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകളുടെ കൃതികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ടാവും. അപ്പൊ കുമാരനാശാന്റെ പല കൃതികളെ കുറിച്ചും കുമാരനാശാന്റെ കൃതികളിലെ വരികളെ കുറിച്ചൊക്കെ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ചില കവിതാ വരികൾ തന്നിട്ട് ഇത് പിന്നെ ഏത് കവിതയിൽ നിന്നാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് വരികളുണ്ട്. ആ വരികളാണ് റിപ്പീറ്റ് ചെയ്ത് വരാറുള്ളത്. കേട്ടിട്ട് പലപ്പോഴും റിപ്പീറ്റ് വരാറുള്ള ഒരു എക്സാമാണ്. എന്നാൽ UGCയുടെ നെറ്റ് ഒന്നും അങ്ങനെ നമ്മൾ റിപ്പീറ്റ് പ്രതീക്ഷിക്കാൻ പാടില്ല. കേട്ടിട്ട് പലപ്പോഴും റിപ്പീറ്റ് വരാറുണ്ട്. ഇനി പദശുദ്ധി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായ പദം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ഉച്ചരിക്കുന്ന ഭാഷയിലെ പല പദങ്ങളും ചിലപ്പം തെറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റ് വരാതെ ശരിയായിട്ടുള്ള പദം ഏതാണ് എന്നുള്ളതാണ് താഴെ കൊടുത്തതിൽ അക്ഷരശുദ്ധിയോടുകൂടെ എഴുതപ്പെട്ട പദം. സായുജ്യം, അതിഥി, പ്രവൃത്തി, പീഡനം. ഇതിൽ ശരിയായ പദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സായുജ്യം, അതിഥി, പ്രവൃത്തി. ഓരോന്നിലും നമ്മൾ നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ശരിയായ ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ തെറ്റുണ്ട്. അപ്പോൾ എന്താണ് തെറ്റ്? പിന്നെ ഓരോന്നിനും പ്രവൃത്തി ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവൃത്തി എന്നല്ല പ്രവൃത്തി എന്നാണ് പറയാ. പീഡനം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീഡനത്തിന്റെ ഢാക്ക് വ്യത്യാസമുണ്ട്. പിന്നെ അതിഥി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിഥി ഇതിൽ നമ്മൾ അതിഥി കൊടുത്തിട്ട് ശരി തന്നെയാണ്. ചോദ്യപേപ്പറിലുള്ള അതിഥിയിൽ താഴ് പുറത്തായിരുന്നു. ആ ലാസ്റ്റത്തത് പുറത്തായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതിഥി എന്നുള്ളത് ഇതിൽ ശരിയാണ്. അപ്പം അതിഥി എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വന്നിരുന്നത് ഹ എന്നുള്ള ലാസ്റ്റിലുള്ള രണ്ടാമതായിട്ടാണ് വന്നിരുന്നത് എന്ന് ഓർമ്മ കൊടുത്താണ്. അപ്പോൾ അതിഥി ദേവോ ഭവ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതില് അതിയും സായുജ്യവും ശരിയാണ് ഈ എഴുതിയതിൽ. പക്ഷെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ 3 തെറ്റിയാണ് കൊടുക്കാറുള്ളത്. സായുജ്യം, അതിഥി ഇത് രണ്ടും ശരിയാണ്. പ്രവൃത്തി എന്നതും പീഡനം എന്നുള്ളതും തെറ്റാണ്. തുളു ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷ ഏത്? ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷ ഏത്? അപ്പൊ ഇതില് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഷയുമായി ബന്ധപ്പെട്ട് മലയാള ഭാഷ, തമിഴ് ഭാഷ, തെലുങ്ക് ഭാഷ, കന്നഡ ഭാഷ, ഇങ്ങനെ ഭാഷകൾ കുറെ ഉണ്ട്. ഭാഷകളുടെ കൂട്ടത്തില് പിന്നെ ദ്രാവിഡ ഭാഷ ഉണ്ട്, ആര്യ ഭാഷയുണ്ട്, പിന്നെ വംശീയ വിഭാഗങ്ങളിൽപ്പെട്ട ചില ഭാഷകളുണ്ട്. പിന്നെ അങ്ങനെ പല ഇനങ്ങൾ ഭാഷകളൊക്കെ ഉണ്ട്. ഈ സോഷ്യോളജിയുടെ ഭാഗമായിട്ട് പഠിക്കുന്ന ആന്ത്രപ്പോളജിയിൽ മനുഷ്യരെ പല വിധങ്ങളായി തരംതിരിക്കുന്നുണ്ട്. മംഗോളിയൻസ്, ആര്യൻസ്, ദ്രാവിഡൻസ്, നീഗ്രോയിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തരങ്ങൾ തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭാഷകളെ പലതായിട്ട് തരംതിരിക്കുന്നുണ്ട്.
അപ്പോൾ അതില് താഴെ വരുന്ന ഭാഷകളിൽ മറാത്തി, മണിപ്പൂർ, സംസ്കൃതം, തുളു ഈ ഭാഷകളിൽ ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ തുളു, ബി മറാത്തി, സി മണിപ്പൂർ, ഡി സംസ്കൃതം. അപ്പോൾ നോക്കൂ, ഈ ഒരു ചോദ്യത്തിന്റെ ഒരു സ്വഭാവം കൂടെ നോക്കണം. കാരണം ഈ ചോദ്യം പിന്നെ ഭാഷ, നമ്മൾ മലയാള ഭാഷ എന്ന് പറഞ്ഞ ഭാഷയെ കുറിച്ചുള്ള മലയാള ഭാഷ അത് തുടക്കത്തിലെ ഫസ്റ്റ് ക്ലാസ്സിൽ മലയാള ഭാഷ ഇന്ന ഗുണത്തിൽപ്പെടുന്നു, ഇന്ന ഗുണത്തിൽപ്പെട്ട ഭാഷകളൊക്കെ ഇത്തരം ദ്രാവിഡ ഭാഷയിൽ ഇന്ന ഭാഷകൾ ഉൾപ്പെടുന്നു എങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഇതിന്റെ ഫസ്റ്റ് നോട്ട്സ് ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ അവിടെ വരുന്ന ഒരു കാര്യമാണ്, ഭാഷയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏത് ഗണത്തിൽപ്പെടുന്നു എന്നുള്ളത്. ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷ തുളു ആണ്. തുളു ഒരു ഗോത്രഭാഷ എന്ന പേരിൽ പറയാൻ പറ്റില്ല. തുളു സംസാരിക്കുന്ന ജനങ്ങളെ തുളുവർ എന്ന് വിളിക്കുന്നുണ്ട്. ഇവരെ തുളു ജനത എന്നും പറയാറുണ്ട്. തുളു ഭാഷ സംസാരിക്കുകയും പരമ്പരാഗതമായി താമസിക്കുന്ന പ്രദേശം തുളുനാട് എന്നറിയപ്പെടുകയും ചെയ്യുന്നു. ഇവരുടെ പ്രധാന ഭാഷ തുളു ആണ്. ഇത് ദക്ഷിണ ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ പെട്ടതാണ്. ദക്ഷിണ ഭാഷ ദ്രാവിഡ ഭാഷയാണ്. അപ്പോൾ ഏതാണെങ്കിലും ദ്രാവിഡ ഭാഷയാണല്ലോ. അപ്പോൾ തുളു ആണ് ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷ. താഴെ കൊടുത്തവയിൽ അനുനാസികാക്ഷരം ഏത്? താഴെ കൊടുത്തവയിൽ അനുനാസികാക്ഷരം ഏത്? അപ്പൊ അക്ഷരങ്ങളെ നമ്മൾ അറബിക് മലയാള അക്ഷരങ്ങളുടെ പല വർഗങ്ങളുണ്ട്. നമ്മൾ കക്ക ഗംഗ കവർഗം, ചച്ചജഞ്ച ചവർഗം, ടട്ടടണ്ടെണ്ണ ഠവർഗം, പിന്നെ തത്തതന്തെന്ന തവർഗം, പഫബമ്പമ്മ ഭവർഗം, പിന്നെ യരലവ മധ്യമങ്ങൾ, ഷസ ഊഷ്മാക്കൾ. ഇങ്ങനെ ഭാഷയുടെ അക്ഷരമാലയിലെ ഭാഷയെ നമ്മൾ പലതായി അക്ഷരങ്ങളെ പല രൂപങ്ങളായിട്ട് തരംതിരിക്കലുണ്ട്. അതിന് ഓരോന്നുണ്ട്. കാ കൊണ്ട് തുടങ്ങുന്നത് കവർക്കം എന്നൊക്കെ നമ്മൾ ശരിക്കും പറയാറുണ്ട്. പിന്നെ നമ്മൾ അറബിയിൽ പറയുന്ന പോലെ മഹ്റജിലേക്ക് നോക്കിയിട്ട് അഥവാ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കിയിട്ട് അക്ഷരങ്ങളെ പലതായി തിരിക്കാറുണ്ട്. അപ്പൊ അവിടെ പറയാത്തത് സ്വരങ്ങളാണ്. ഇവയാണല്ലോ വ്യഞ്ജനങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങളെയാണ് നമ്മൾ പലതായി തിരിക്കുന്നത്. അപ്പോൾ എവിടുന്നാണ് പുറപ്പെടുന്നത് എന്നത് നോക്കിയിട്ടും അതിന്റെ സ്വരങ്ങൾ നോക്കിയിട്ടും തരംതിരിക്കുന്നതാണ് ഖരം, അതിഖരം, മൃദു, ഘോഷം, അനുനാസികം ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് മലയാളത്തിൽ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഒരു കണക്ഷൻ കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അവരോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ അക്ഷരങ്ങളെ കുറിച്ച് ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അക്ഷരങ്ങളെ കുറിച്ചുള്ള ഫസ്റ്റ് ക്ലാസ് അക്ഷരങ്ങളായിരിക്കും. ഭാഷയുടെ ബേസിക് സാധനങ്ങൾ പറഞ്ഞു, ബേസിക് തന്നെ ഭാഷ എന്ത്, എന്ന് ഉത്ഭവിച്ചു, മലയാള ഭാഷയുടെ തുടക്കം എന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ക്ലാസ് നമുക്ക് ഉണ്ടാവുക അക്ഷരങ്ങളായിരിക്കും. ഈ അക്ഷരങ്ങളിൽ നമ്മൾ വളരെ വിശദമായിട്ട് പിന്നെ ഖരം, അതിഖരം, മൃദു, ഘോഷം, അനുനാസികം ഇങ്ങനെ തുടങ്ങുന്ന ഭാഗങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവിടെ ഏതായാലും ഫ, ഹ, റ, ന ഈ അക്ഷരങ്ങളിൽ അനുനാസികം എന്ന് എഴുതി ചോദിച്ചാൽ അനുനാസിക അക്ഷരങ്ങൾ ഇവയാണ്. ങ, ഞ, ന, ന, മ ഈ അക്ഷരങ്ങളാണ് അനുനാസികമായിട്ട് പറയുന്നത്. അപ്പൊ ഈ അനുനാസികം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷൻ 4 ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ന എന്നുള്ള അക്ഷരമാണ് അനുനാസിക അക്ഷരം എന്ന് പറയുന്നത്. താഴെ കൊടുത്തവയിൽ അനുനാസിക അക്ഷരം ഏത് എന്ന് വെച്ചാൽ പ, ഹ, റ, ന. ന എന്നുള്ള അക്ഷരമാണ് അനുനാസിക അക്ഷരം. ഇനി അടുത്തൊരു ചോദ്യം. സ്നേഹമാണഖില സാരമൊഴിയിൽ, മൊഴിയിൽ നിന്നാണ്. ഈ വരി ഏത് കൃതിയിലാണ്? സ്നേഹമാണ് അതിസാരമൊഴിയിൽ എന്നുള്ള വരി ഏത് കൃതിയിലേതാണ്? അപ്പൊ ഇതും പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടക്കിടക്ക് നമ്മുടെ കവിത വാക്കുകൾ, സ്നേഹം ദുഃഖമാണുണ്ണി, വെളിച്ചം ദുഃഖമാണുണ്ണി എന്നൊക്കെ തുടങ്ങുന്ന ചില വരികളുണ്ട്, സ്ഥിരമായി ചോദിക്കുന്ന ചില വരികൾ. ആ വരികളിൽ പെട്ടതാണ് സ്നേഹമാണ് അഖില സാഗര മൊഴിയിൽ എന്നുള്ള പിന്നെ വരി. അത് ഏത് കൃതിയിലേതാണ് എന്നുള്ളതാണ് ചോദ്യം. നളിനിയിലേതാണ്?
നളിനിയിലേതാണ് സ്നേഹമാണ് അഖിലസാഗരമൂഴിയിൽ എന്നുള്ള വചനം വരുന്നത് നളിനിയിലേതാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ ചില വരികൾ തന്നിട്ട് ആ ഏതിൽ നളിനി നമുക്കറിയാം കുമാരനാശാന്റെ കൃതിയാണ് നളിനി. അപ്പൊ നളിനിയിലാണ് ഈ വരി വന്നിട്ടുള്ളത്. വല്ലി എന്ന നോവൽ എഴുതിയത് ആര്? വല്ലി എന്ന നോവൽ എഴുതിയത് ആര് എന്നതാണ് ചോദ്യം. വല്ലി എന്ന നോവൽ എഴുതിയത് ആര്? ഹരിത സാവിത്രി, സന്ധ്യാമേരി, രാജശ്രീ, ഷീല ടോമി. ഇതിൽ വല്ലി എന്ന നോവൽ എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില നോവലുകളുണ്ട്. പിന്നെ അതില് മീരയുടെ നോവൽ ചോദിക്കാറുണ്ട്. എം.ടി. വാസുദേവൻ നായരുടെ നോവല് കഥാപാത്രങ്ങളെ ചോദിക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു ചോദ്യമാണ് വല്ലി എന്ന നോവൽ എഴുതിയത് ആര്? ഷീല ടോമി എന്ന എഴുത്തുകാരിയാണ് വല്ലി എന്ന നോവൽ എഴുതിയത്. അപ്പം നോവലുകൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും പക്ഷേ എല്ലാ നോവലും പിന്നെ എഴുതിയത് ആരാണ് എന്ന് പഠിച്ചു വെക്കണോ എന്നുള്ളത്. പിന്നെ അപ്പം ഇല്ല, അങ്ങനെയില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡുകൾ എന്തെങ്കിലും കിട്ടിയ നോവലുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ പിന്നെ ക്ലാസിക് നോവലുകൾ ചരിത്രത്തിൽ പിന്നെ വല്ല റെക്കോർഡും അല്ലെങ്കിൽ വിവാദങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായി സൃഷ്ടിച്ച അവാർഡുകൾ വാങ്ങിയ ആളുകൾ ഒക്കെയാണ് ചോദിക്കപ്പെടാറുള്ളത്. ഷീല ടോമി എന്നുള്ളത് ഒരു വയനാട്ടുകാരിയായിട്ടുള്ള നോവലിസ്റ്റാണ്. ധാരാളം ഷോർട്ട് സ്റ്റോറികളൊക്കെ എഴുതാറുണ്ട്. പിന്നെ 2012 അവർക്കൊരു അവാർഡ് കിട്ടുന്നത്. അങ്ങനെയുള്ള പിന്നെ ചില പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ നോവല് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നതായതുകൊണ്ടാണ് അവരെ കുറിച്ച് ചോദിക്കുന്നത്. മുല്ല പ്ലസ് പെരിയാർ ഇതിലെ സന്ധി ഏത് എന്നില്ല. അപ്പൊ 4 സന്ധികൾ എന്ന് പറയുന്നത് അറബി പഠിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ, പിന്നെ നമ്മൾ ഒരു വാക്കിനെ മറ്റൊരു വാക്കിലേക്ക് ഇദ്ഗാം ചെയ്യുക എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. ഒന്നിനെ മറ്റൊരു ഭാഷയിൽ പ്രവേശിപ്പിക്കുക. ആ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സന്ധി എന്ന് പറഞ്ഞാൽ ചിലപ്പം ചില അക്ഷരങ്ങൾ പുതുതായിട്ട് വരും, ചിലത് കളയപ്പെടും, ചില സമയത്ത് ഇബുദാല് നടത്തപ്പെടും. ഇബുദാല് തന്നെ ഒന്നിനു പകരം മറ്റൊന്നിനെ കൊണ്ടുവരപ്പെടും. ഇങ്ങനെ ഭാഷയിലെ രണ്ടക്ഷരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ 2 വർണ്ണങ്ങൾ തമ്മിൽ യോജിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം, അതാണ് സന്ധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്ധി ചെയ്യാന്നറിയില്ല. ഇപ്പൊ രണ്ടാളും പിന്നെ ഒരേ ഇതിലുള്ള പിന്നെ സ്വരങ്ങൾ പ്രയാസമാകുന്ന സമയത്ത് രണ്ടും അതുപോലെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ പ്രയാസം ഉച്ചാരണത്തിൽ വരുമ്പോൾ അവർ തമ്മിലൊരു സന്ധിയിൽ ഏർപ്പെടുകയാണ്. നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഈ അക്ഷരം തൽക്കാലം മാറ്റി നിർത്തിയിട്ട്, അതാണ് സന്ധി എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ മുല്ല പെരിയാർ എന്നുള്ള ഒരു വാക്കാണ്. നമ്മൾ ഒരു ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുല്ല പെരിയാർ എന്ന് പറയുമ്പോൾ ഒരു പ്രയാസമാണ്. അപ്പൊ അവിടെ ഒരു സന്ധിയിൽ ഏർപ്പെടുകയാണ്. അപ്പൊ എന്താണ് അവിടെ സന്ധിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്? ആ മുല്ല പെരിയാർ എന്നുള്ളിടത്ത് ഒരു പേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യും? അതിനൊന്ന് ശ്രദ്ധ കൊടുക്കും, അതിനെ 2 അക്ഷരമാക്കി മാറ്റും. മുല്ല പെരിയാർ പിന്നെ എന്നാക്കി മാറ്റും. അപ്പൊ മുല്ല പ്ലസ് പെരിയാർ മുല്ലപ്പെരിയാർ എന്നായി മാറും. അപ്പൊ മുല്ലപ്പെരിയാർ എന്നായി മാറുമ്പോൾ അതാണ് മുല്ല പ്ലസ് പെരിയാർ എന്നുള്ളിടത്തോടെ സന്ധിയില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ മുല്ലപ്പെരിയാർ എന്നതിലെ സന്ധി ഏത് എന്നാണ് ചോദിക്കുന്നത്. സന്ധികൾ ആഗമസന്ധി, ലോപസന്ധി, ആദേശസന്ധി, ദിത്തസന്ധി, ഇങ്ങനെ 4 സന്ധികളുണ്ട്. ആ 4 സന്ധികളിൽ ഏതാണ് ഇവിടെ എന്നാണ് ചോദ്യം. ആലോചിച്ച് നോക്കാം. ദിത്തസന്ധിയാണ്. ദിത്തസന്ധി നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ദിത്തസന്ധി നമ്മൾ ശ്രദ്ധയില് അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ മറ്റൊന്നിലെ ഇരട്ടിപ്പിക്കല്, ഇതാണ് ദ്വയം എന്ന് പറഞ്ഞാൽ തന്നെ ഡബിൾ എന്ന് അർത്ഥം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നതാണ് ദിത്തസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ രാമ പ്ലസ് ഉണ്ട്, രാമുണ്ട്, തീ പ്ലസ് തീളം, ഇങ്ങനെ സന്ധിയുടെ പിന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പൊ ആ ഇനങ്ങളിൽ വെച്ച് വരുന്നത് ഇപ്പൊ ആഗമസന്ധി എന്ന് പറയുന്നത് ഒരു അക്ഷരത്തെ പുതുതായിട്ട് കൊണ്ടുവന്നിട്ട് ആഗമിക്കും അവിടെ ഒരു പിന്നെ അക്ഷരത്തെ ഇത് ചെയ്യാൻ വേണ്ടി. ലോപസന്ധി എന്ന് പറയുന്നത് ഏതെങ്കിലും അക്ഷരം അവിടെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും, കളഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ പല രീതിയിലാണ്. ആദേശസന്ധി എന്ന് പറയുന്നത് ഒരു അക്ഷരത്തെ മാറ്റി മറ്റൊരക്ഷരത്തെ കൊണ്ടുവന്നാണ് ആദേശസന്ധി ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുണ്ടാകുന്ന സന്ധികളെ കുറിച്ച് നമ്മൾ പറയണം. അപ്പൊ സന്ധികളിൽ നിന്ന് 2 മാർക്കിന് ചോദ്യം സന്ധികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ ഈ സന്ധി വിഗ്രഹിച്ച് എഴുതുക,
ഇപ്പൊ നമ്മൾക്ക് ഇതിൽ തന്നത് പിന്നെ ദിത്ത് സന്ധി മുല്ല പ്ലസ് പെരിയാർ എന്ന്. നേരെ മുല്ലപ്പെരിയാർ എന്ന് തന്നത് വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ, ആയുർവേദം എന്നത് വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ, അങ്ങനെയുള്ള ചോദ്യങ്ങളും മറുതലക്കൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഏരിയയിൽ നിന്ന്. മനുഷ്യരോട് എന്ന പദത്തിലെ വിഭക്തി ഏത്? വിഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാക്കിനെ വിളിക്കാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ വാക്കിൽ വരുന്ന ചില മാറ്റങ്ങൾ നമുക്കുണ്ടാവും. വാക്കുകൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാൻ ഒക്കെ വരുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ഒരാളെ വിളിക്കുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ അയാളെ കുറിച്ച് പറയുന്ന സമയത്ത് അബ്ദുൽ കലാമിനെ, APJ അബ്ദുൽ കലാമിനെ, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിനോട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഓരോന്നിനും ഓരോ വിഭക്തികൾക്ക് ഓരോ പേരുണ്ട്. സംയോജിക, സംബന്ധിക, പ്രായോഗിക, പ്രതിഗ്രാഹിക. വളരെ എളുപ്പമായിട്ട് അതിനൊരു സൊല്യൂഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ആൽ റോഡിനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഷോർട്ട് കട്ടുകൾ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ ഏതായാലും മനുഷ്യരോട് എന്ന പദത്തിലെ ഇത് എല്ലാം കൂട്ടിച്ചേർന്ന് എല്ലാ വിഭക്തികളും കൂട്ടിച്ചേർന്ന് ചെറിയൊരു കവിതയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വിഭക്തികൾ പഠിക്കാൻ കഴിയും. അപ്പം ആരെ, ആര്, എന്തിന് എന്നൊക്കെ വ്യക്തമാക്കാൻ വരുന്നതാണ് ശരിക്കും വിഭക്തികൾ എന്ന് പറയുന്നത്. അതിൽ പ്രഥമ വിഭക്തി ഉണ്ട്, ദ്വിതീയ വിഭക്തി ഉണ്ട്, തൃതീയ വിഭക്തി ഉണ്ട്. രാമനെ, പുസ്തകത്തെ എന്ന് പറയുന്നിടത്ത് രാമനാൽ, വാളാൽ, ഇതിനെ പിന്നെ പ്രതിഗ്രാഹിക, സംബന്ധിക, പ്രയോഗിക, ഇങ്ങനെ ഓരോ പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് മനുഷ്യരോട് ഓട് എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, ഓട് എന്ന വാക്ക് എന്ന ഏത് വിഭക്തിയുടെ ഇനത്തിൽപ്പെടുന്നു? ഓട് എന്നത് സംയോജിക വിഭക്തിയാണ്. ഓട് എന്നുള്ളത് സംയോജിക വിഭക്തിയാണ്. മനുഷ്യരോട് എന്നതിൽ ഓട് എന്നത്. ഇനി പദശൈലി അല്ലെങ്കിൽ ശൈലി എന്ന് പറയുന്നുണ്ട്. നമ്മൾ പഴഞ്ചൊല്ലുകളൊക്കെ പറയുന്നത് പഴഞ്ചൊല്ല്, ശൈലി രണ്ടും തൊട്ടടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് എന്താ ശൈലി എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം? ശൈലി എന്നുള്ളത് നമ്മൾ ഈ അറബിയില് മസല് എന്നൊക്കെ പറയും. ഉത്തമ അംസാലുകളിൽ വരുന്ന മസല് എന്ന് പറയുമല്ലോ. ചില കാര്യങ്ങൾ പറയുന്നതിന് പകരം പിന്നെ എന്തെങ്കിലും പഴയ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയുക എന്നുള്ളത്. പഴയ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പറയുക എന്ന് പറഞ്ഞാൽ, ആമയും മുയലും തമ്മിലുണ്ടായ ഓട്ട മത്സരത്തില് മുയല് ഉറങ്ങിപ്പോയ ഒരവസ്ഥ പറയുന്ന, അനക്ക് ഇടക്ക് മുയലിന്റെ സ്വഭാവം ഉണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ നീ മുയലാകരുത് കേട്ടോ എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? അതൊരു ശൈലിയാണ്. ആ ശൈലിയുടെ ഉദ്ദേശം മുയലിനെ പോലെ കഴിവുണ്ടായിട്ടും നീ അത് അലസത കാണിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് എന്നാണ്. അപ്പൊ അങ്ങനെ പല വാക്കുകള് ഒരുപക്ഷെ പിന്നെ നമ്മൾ ബലാഗയിലൊക്കെ പറയാറുള്ളത് പോലെ കലിമത്തുൻ ഉസ്തോമില ഫിയോഹൈരിമാനഹൽ അസ്ലി എന്ന് പറയുന്നത് പോലെ അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥത്തിലല്ലാതെ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് വാക്കിന്റെ അർത്ഥം വെച്ച് നോക്കിയാൽ കിട്ടാത്ത രീതിയിലേക്ക് നമ്മൾ ആ ശൈലിയെ ഉപയോഗിക്കുന്നതിനാണ് ശരിക്ക് ആ മലയാളത്തിൽ വരാറുണ്ട്. അതിൽ ക്ലാസിക്കൽ ആയിട്ടുള്ള ഭാഷാ സാഹിത്യങ്ങളിൽ ഉപയോഗിക്കുന്ന ശൈലികളെയാണ് നമ്മളിവിടെ പ്രതിപാദിക്കുക. ഇന്ന് നമ്മുടെ സംസാര ഭാഷയിൽ ധാരാളം ശൈലികളുണ്ട്. പിന്നെ തല്ലിപ്പൊളി, തല്ലി എന്ന് പറഞ്ഞാൽ ഒരാൾ അടിച്ചു എന്നാണ്, പൊളി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു എന്നാണ്. നേരെ മറിച്ച് തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ ആകെ തകർന്ന സാധനം എന്നാണ്. എന്നാൽ അതേ വാക്കിനെ തന്നെ നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടി എന്ന് പറഞ്ഞാലും തല്ലി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അടിപൊളി എന്ന് പറഞ്ഞാല് സൂപ്പർ എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. അപ്പോൾ ശൈലികൾ ഭാഷയിൽ എക്കാലഘട്ടത്തിലും പഴയതും പുതിയതുമായിട്ടുള്ള ശൈലികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ പഴയ കാലത്ത് ക്ലാസിക് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഗ്രാമർ അംഗീകരിച്ച, മലയാള ഭാഷ ഗ്രാമർ സജീവമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ശൈലിയെ കുറിച്ചാണ്. അപ്പൊ ക്ഷോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ശോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ശോകം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ആകെ ശോകായി എന്ന് പറയും. പിന്നെ വേഗത്തിൽ പറയുക, ചുരുക്കി പറയുക, അർത്ഥം മനസ്സിലാക്കി പറയുക, ശോകത്തിന്റെ അർത്ഥം പറയുക. ഇതിൽ ശോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ചുരുക്കി പറയുക. നമ്മൾ ചില കല്യാണങ്ങൾക്കൊക്കെ പോയി എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ, അതൊക്കെ പറയണ്ട, ഒരു ശോകമായിരുന്നു എന്ന് പറയാറുണ്ട്. ഇന്നത്തെ കാലത്തൊക്കെ അത് പറയാറുള്ള ഒരു പ്രയോഗമാണ് ശോകം എന്നുള്ളത്. ഓക്കെ,
അത് ശോകല്ലേ സർ? ഏ അത് ശോകമല്ലേ? ഇത് ശ്ലോകം എന്ന് പറയുന്നത് വരികളല്ലേ, പദ്യത്തിന്റെ വരികളല്ലേ? അതെ, അല്ല ഞാൻ പറയാം, ശോകം ഞാൻ ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശരി. ആ ശോകം എന്നുള്ളത് വളരെ സങ്കടകരമായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. എത്ര വലിയ പരിപാടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുമല്ലോ, ആകെ ശോകമായിരുന്നു എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ വളരെ ചുരുക്കിയിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞ വാക്കിന്റെ കൊണ്ട് പറഞ്ഞല്ല. ചുവടെ ചേർത്തവയിൽ മലയാള ഭാഷ അന്യഭാഷയിൽ നിന്ന് സ്വീകരിച്ച പദമേത്? ഇതും ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം അന്യഭാഷ നമ്മൾ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയിൽ പലതും നമ്മൾ മലയാളത്തിലേക്ക് ഇറക്കുമതി ചെയ്യും. മലയാളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇറക്കുമതികൾ. കേരളീയ ജനസമൂഹത്തിന്റെ പ്രത്യേകത തന്നെയാണ് അസിമുലേഷൻ എന്ന് പറയും സോഷ്യോളജിയിൽ. അക്കമഡേഷൻ, അസിമുലേഷൻ, ഇങ്ങനെ രണ്ട് പ്രവണത ഉണ്ട്. അഥവാ നമ്മൾ എല്ലാം എല്ലാ ഭാഷയിൽ നിന്നുള്ള പദങ്ങളും, ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുള്ള പദം, പിന്നെ അതുപോലെ ഹിന്ദി ഭാഷയിൽ നിന്നുള്ള പദം, പ്രത്യേകിച്ച് നമ്മുടെ അറബി ഭാഷയിൽ നിന്നുള്ള പദം, ഇതൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട്. നമുക്ക് യാതൊരു മടിയില്ല മറ്റുള്ള ആളുകളുടെ ഭാഷാ പദങ്ങൾ ഉപയോഗിക്കുന്നതിന്. നമുക്ക് പ്രത്യേകിച്ച് മടിയൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് പുതിയ ഇംഗ്ലീഷ് പദങ്ങളിലൊക്കെ നമ്മൾ വളരെ കൂളായിട്ട് ഉപയോഗിക്കുന്നു. അത് തെറ്റാണ് എന്ന് മലയാള ഭാഷ പണ്ഡിതർ പറയുന്നൊന്നുമില്ല. കാരണം ഇത്രയേ ഉള്ളൂ അതിൽ ഭാഷാ പണ്ഡിതരുടെ ഒരു നയം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് ആയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സ്വീകരിച്ച് നമ്മുടേതാക്കി, നമ്മളത് ഒതന്റൈസ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഹോട്ടൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ പറയും ഹോട്ടൽ എന്ന് പറയരുത്, ഹോട്ടൽ എന്ന് പറയണം എന്ന് പറയും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം ഹോട്ടൽ എന്ന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിലാണ്, നമ്മൾ ഹോട്ടൽ എന്ന് പറയുന്നത് മലയാളത്തിലാണ്. അപ്പൊ ആ രീതിയിൽ മലയാളത്തിലേക്ക് ഒരുപാട് പദങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതലും അറബി വാക്കിൽ നിന്നാണ് പദങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ കാട്, മണൽ, കടലാസ്, നിങ്ങൾ, ഇതിൽ ഏത് പദമാണ് മലയാള ഭാഷയിലേക്ക് കടന്നു വന്നത്? ഓക്കെ, നോക്കാം. കടലാസ് എന്നുള്ള പദമാണ്. കടലാസ് എന്നുള്ള പദമാണ് മലയാള ഭാഷയിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് വെക്കുക. കേരളത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കേരളം രൂപീകരിക്കപ്പെട്ടത് 1956 അപ്പം അതിന്റെ മുമ്പ് മലബാർ എന്ന പേരിലാണ് കേരളം അടങ്ങുന്ന പ്രദേശം അറിയപ്പെട്ടിരുന്നത്. മലബാർ ഉണ്ട്, കൊച്ചിയുണ്ട്, ട്രാവൻകൂർ ഉണ്ട്, തിരുവിതാംകൂർ ഉണ്ട്, ഇങ്ങനെയുള്ള പല ഏരിയകളായിട്ടാണ് കേരളം അറിയപ്പെട്ടിരുന്നത്. ഏതായാലും നമ്മൾ മൊത്തത്തിൽ കേരളം എന്ന് പറയുന്നത് പിന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കപ്പെടുക എന്നുള്ള ലോകസഭാ ബില്ല് പാസ്സാക്കിയതിന് ശേഷമാണ് 1956 നവംബർ 1 അഥവാ നാളെയാണ് ഒരു ഇത് വരുന്നത്, കേരളം രൂപീകരിക്കപ്പെടുന്നത്. അപ്പം ഏതായാലും കേരളത്തെ അല്ലെങ്കിൽ മലബാറിനെ കീഴടക്കിയ ആദ്യമായിട്ട് അധിനിവേശം നടത്തിയത് ഹോളണ്ടുകാരായിരുന്നു. പിന്നെ അതിനുശേഷം നടന്ന വലിയൊരു ആധിപത്യമായിരുന്നു പോർച്ചുഗീസുകാരുടെ. പറങ്കിപ്പട എന്നൊക്കെ പറയുന്ന പോർച്ചുഗീസുകാർ. അപ്പൊ ഈ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് കടന്നു വന്ന, പോർച്ചുഗീസിൽ കാർട്ടസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ നിന്ന് കാർട്ടസ് എന്നുള്ളതിനാണ് പിന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് കടലാസ് വന്നത്. ആ കടലാസാണ് ഇന്നും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന കടലാസ് ആയിട്ടുള്ളത്. അപ്പൊ കടലാസ് എന്നുള്ള പദം പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് കടന്നു വന്നതാണ്, അന്യഭാഷയിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഇനി അടുത്തൊരു ഞാൻ ഈ ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മലയാളം എന്നുള്ള ടോപ്പിക്കിന്റെ കീഴിൽ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് കറന്റ് അഫയേഴ്സ് അല്ലെങ്കിൽ മലയാള ഭാഷയുമായി ചുറ്റപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചോദ്യത്തിൽ വരും. ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? കുറച്ച് മലയാളവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം മലയാളത്തിലെ ആടുജീവിതം എന്ന ഒരു നോവല് ഡിഗ്രി പഠിക്കുന്ന ആളുകൾക്ക്, കോമൺ കോഴ്സായിട്ട് ഡിഗ്രി മലയാളം പഠിക്കുന്ന ആളുകൾക്ക് വരെ വായിക്കാനുള്ള ഒരു നോവലാണ് ആടുജീവിതം, ബെന്യാമിന്റെ. ഈ ആടുജീവിതം എന്നത് സിനിമ ആക്കിയത് ആരാണ്, അല്ലെങ്കിൽ സിനിമയിൽ അത് സിനിമ ആക്കിയപ്പോൾ അത് സംവിധാനം ചെയ്തത് ആരാണ്? പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയാണ്. അത് സംവിധാനം ചെയ്തത് ആരാണ്? രഞ്ജിത്ത്, സുപ്രിയ മേനോൻ, അമൽ നീരദ്, ബ്ലസ്സി. സുപ്രിയ മേനോൻ ഒരു നിർമ്മാതാവാണ്, രഞ്ജിത്ത് സംവിധാനം പ്ലസ് നിർമ്മാണം നടത്തുന്ന ഒരാളാണ്. അമൽ നീരദ് ബിഗ് ബി പോലെയുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഒരാളാണ്. അപ്പൊ ഇതിൽ ആരാണ് ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത്? പലർക്കും അറിയായിരിക്കും. ഓക്കെ, ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ്. ബ്ലസ്സി സംവിധാനം ചെയ്ത ഒരുപാട് ഹിറ്റ് അവാർഡ് ചിത്രങ്ങളൊക്കെ, കാഴ്ച പോലെയുള്ള മമ്മൂട്ടിക്കൊക്കെ ഒരുപാട് അവാർഡുകൾ നേടിക്കൊടുത്ത പല സിനിമകളും ചെയ്ത
തന്മാത്ര പോലെയുള്ള മോഹൻലാൽ ചെയ്ത് അങ്ങനെ ഒരുപാട് നല്ല അവാർഡ് പടങ്ങൾ ചെയ്ത ഒരാളാണ് ബ്ലസ്സി എന്ന സംവിധായകൻ. അദ്ദേഹത്തിന്റെ സിനിമയാണ് അദ്ദേഹമാണ് ആടുജീവിതം എന്നത് ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്നത്. സിനിമയിലേക്ക് കൊണ്ടുവന്നതിന് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു നോവലിന്റെ സ്വീകാര്യതയും അതിന്റെ കണ്ടന്റിനെ പിന്നെ ആളുകൾ സ്വീകരിക്കുമെന്നുള്ള ഒരു തോന്നലും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ, ആ ഒരു പ്രാധാന്യം കൊണ്ടാണല്ലോ അത് സിനിമയിലേക്ക് എത്തുന്നത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നാമവിഭാഗത്തിൽ വരുന്ന പദം ഏത്? ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നാമവിഭാഗത്തിൽ പെടുന്ന പദം ഏത്? നാമവിഭാഗത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കർമ്മം, നാമം, ക്രിയ എന്ന് പറയുന്ന അറബിയിൽ നമ്മൾ ഇസ്മു ഫീലി ഹർഫ് എന്ന് പറയും, ഇസ്മു ഫേലി എന്ന് പറയുന്ന പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. പിന്നെ അത് മലയാള ഭാഷയിലുണ്ട്. അതിൽ നാമം എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നൗണ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കാൻ പറ്റുന്ന താഴെ വരുന്നതിലുള്ള വളരെ 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 എന്നുള്ളത് നമുക്കൊരു ഇസ്മു അല്ലെങ്കിൽ ഒരു നാമം എന്ന് പറയാൻ പറ്റൂല. പിന്നെ നമ്മളൊരു വിശേഷണം ആയിട്ടൊക്കെ അതിന് പറയാൻ പറ്റുള്ളൂ. കണ്ടു എന്നുള്ളത് ക്രിയയാണ്. കാഴ്ച പെട്ടെന്ന്. ഇവയില് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നാമവിഭാഗത്തിൽ പെടുന്ന പദം ഏത്? അപ്പൊ നാമം ഏത്? അറബി ഭാഷയിൽ നമുക്ക് ഇസ്മു പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഭാഷയിൽ മലയാള ഭാഷയിലെ നാമം നമുക്ക് കണ്ടെത്തൽ എളുപ്പമാണ്. അത് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നൊരു പരിശോധനയാണ് ഈ ഒരു ചോദ്യം. വളരെ, കണ്ടു, കാഴ്ച, പെട്ടെന്ന്. ഇവയിൽ നാമവിഭാഗത്തിൽ പെടുന്നത് ഏതാണ്? നാമവിഭാഗത്തിൽ പെടുന്നത് കാഴ്ച എന്ന പദമാണ്. ഇവിടെ ചേർത്തിരിക്കുന്നതിൽ നാമവിഭാഗത്തിൽ വരുന്ന പദം കാഴ്ച എന്നുള്ള പദമാണ് നാമവിഭാഗത്തിൽ പെടുന്നത്. അഴകുള്ള ചക്കയിൽ ചുളയില്ല. പഴഞ്ചൊല്ലിനും 2 മാർക്കിന് ചോദ്യം ഉണ്ടാവും. ഒരുപാട് നമ്മൾ കേട്ടാവും, ചിന്തിച്ചാൽ തന്നെ നമുക്ക് പഴഞ്ചൊല്ലിനൊക്കെ അർത്ഥങ്ങൾ കിട്ടാൻ കഴിയും. നമ്മുടെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം കൊണ്ടുള്ള പഴഞ്ചൊല്ല്. രസകരമായിട്ട് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓർമ്മ പുതുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ വളരെ കേട്ടു പരിചയമുള്ള പലതായിരിക്കും, പക്ഷെ അതിന്റെ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ കേട്ടറ്റ് പരീക്ഷന്റെ അല്ലെങ്കിൽ കേട്ടറ്റ് ആവട്ടെ, നെറ്റ് ആവട്ടെ, ഇത്തരം പരീക്ഷകളുടെ ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റുത്തരങ്ങൾക്ക് 90% ചാൻസ് കിടക്കുന്നിടത്ത് ഒരു 10% കൂടുതൽ കിട്ടുന്ന ഉള്ള ആൻസർ ആയിക്കാരം നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരിക. അഴകുള്ള ചക്കയിൽ ചുളയില്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നത് മറ്റൊരു പഴഞ്ചൊല്ല് കൊടുത്തിട്ടാണ്. നഖം നനയാതെ മീൻ പിടിക്കുക, മിന്നുന്നതെല്ലാം പൊന്നല്ല, ആടറിയുമോ അങ്ങാടി വാണിഭം, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇങ്ങനെ 4 പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ട് അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന പഴഞ്ചൊല്ലിനോട് സമാനമായ പഴഞ്ചൊല്ല് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. മിന്നുന്നതെല്ലാം പൊന്നല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല. ദൂരെ കണ്ട് വലിയ വലുപ്പവും നല്ല ഭംഗിയൊക്കെ ഉള്ള ചക്ക ഒരു പക്ഷെ മുറിച്ചു നോക്കി അതിലൊന്നും ഉണ്ടാവൂല. അതേപോലെയാണ് മിന്നുന്നത് കണ്ടിട്ട് നമ്മൾ മിന്നാമിനുങ്ങിനെ കണ്ട് പൊന്നാണെന്ന് ധരിച്ചു പോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ മിന്നുന്നതെല്ലാം പൊന്നല്ല. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വ്യത. ഈ വരികൾ ആരുടെയാണ്? ഈ വരികൾ ആരുടെയാണ്? കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും. ഇതൊക്കെ നമ്മൾ പല സാഹിത്യ ചർച്ചകളിലും അല്ലെങ്കിൽ സാമൂഹിക ചർച്ചകളിലും പിന്നെ മതപരമായിട്ടുള്ള തർക്കങ്ങൾ നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ പ്രഭാഷകന്മാരും ഉപദേഷ്ടാക്കളൊക്കെ ഉദ്ധരിക്കുന്ന വരികളാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും ഇല്ല മരിക്കുന്ന നേരത്തും. മനുഷ്യൻ ജനിച്ചതും മരിക്കുന്നതൊക്കെ ഒറ്റക്കാണ്, പിന്നെ ഇങ്ങനെ കാണുന്നതിന്റെ ഇടയിൽ എന്തിനാണ് തല്ലുകൂടുന്ന മനസ്സാ എന്ന് ചോദിക്കുന്ന ഒരു വരിയാണ്. അപ്പൊ ആരെഴുതിയതാണ്? അപ്പൊ ഇതില് ഈ പറയപ്പെട്ട ആളുകളൊക്കെ പ്രധാനികളാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കാം. എഴുത്തച്ഛൻ, പൂന്താനം, രാമപുരത്ത് വാര്യർ, മേൽപുത്തൂർ നാരായണം ഭട്ടതിരി. ഇവരിൽ ആരെഴുതിയതാണിത്? പൂന്താനത്തിന്റെ വരികളാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും
മതി ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന എന്തിനു നാം വ്യഥ എന്നുള്ളത് പൂന്താനത്തിന്റെ വരികളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആഴ്ചപ്പതിപ്പ് അല്ലാത്തത് ഏത്? ഇത് നമ്മൾ നോക്കൂ. നമ്മളെ മലയാള ഭാഷയുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ മലയാള ഭാഷയുമായി ബന്ധമുണ്ട്. കാരണം മലയാള ഭാഷയിലെ പ്രധാനം നിറഞ്ഞ അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സുപ്രധാനമായ ചില മാഗസിൻസ്, അപ്പോൾ നമ്മൾ ഭാഷയുമായി ബന്ധമുള്ള ആളുകളാണ് ഈ മാഗസിൻസ് ഒക്കെ വായിക്കുകയും വരുത്തുകയും ചെയ്യുക. ഭാഷാ സാഹിത്യം ഇവയുമായി കണക്ഷനുള്ള ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ ഭാഷയുമായിട്ട് നന്നായിട്ട് ബന്ധമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. അധ്യാപകൻ മലയാള ഭാഷയുമായിട്ട് ക്ലാസ് റൂമിൽ നന്നായിട്ട് നല്ല മലയാള ഭാഷ അർത്ഥമറിഞ്ഞ് പ്രയോഗിക്കാൻ കഴിയുന്ന ആളായിരിക്കണം അധ്യാപകൻ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കേട്ടറ്റ് എന്നുള്ള എക്സാം മുന്നോട്ട് വെക്കുന്ന ഒരു നയം. അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പിന്നെ ആഴ്ചപ്പതിപ്പ് അല്ലാത്തത് ഏത് എന്നാണ്? മാതൃഭൂമി, മാധ്യമം, ദേശാഭിമാനി, ഭാഷാപോഷിണി. മാഗസിൻസിനെ കുറിച്ചുള്ള ധാരണ നമുക്ക് വേണം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്, മാധ്യമം ആഴ്ചപ്പതിപ്പാണ്, ദേശാഭിമാനിക്കും ആഴ്ചപ്പതിപ്പുണ്ട്, ഭാഷാപോഷിണി മാസികയാണ്. അപ്പം ഇനി ഇതില് മാതൃഭൂമിക്ക് പത്രമുണ്ട്, മാധ്യമത്തിന് പത്രമുണ്ട്, ദേശാഭിമാനിക്ക് പത്രമുണ്ട്. അപ്പൊ ഈ പത്രങ്ങളെ കുറിച്ച് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പത്രമല്ലാത്തത് ഏത് എന്നായിരിക്കും ചിലപ്പം ചോദിക്കുക, അല്ലെങ്കിൽ മാസിക അല്ലാത്തത് ഏത് എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ദ്വൈമാസിക അല്ലാത്തത് ഏതാണ് എന്നായിരിക്കും ചോദിക്കുക. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ആര്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് അത് പക്ഷെ നമുക്ക് കാണുമ്പോഴേക്ക് പിന്നെ ഒരു പക്ഷെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കാരണം എന്താ വെച്ചാല് നമ്മൾ തുള്ളൽ എന്ന് വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു നാമമുണ്ട്. പിന്നെ ഓക്കെ, രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, പൂനം നമ്പൂതിരി. ഓക്കെ, കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ എന്ന് കേൾക്കുമ്പോൾ, തുള്ളൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുഞ്ചൻ നമ്പ്യാർ നമ്മളെ മനസ്സിക്ക് വരാറുണ്ട്. ഓക്കെ, കടന്നൽ കൂട്ടത്തിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? നമ്മള് ശൈലി അല്ലെങ്കിൽ പ്രയോഗം എപ്പോഴാണ് കടന്നൽ കൂട്ടത്തിൽ കല്ലിടുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത്? അനർത്ഥ ഹേതുക്കൾ സ്വയം ക്ഷണിച്ചു വരുത്തുക, അപകടത്തെ മുൻകൂട്ടി അറിയുക, അനർത്ഥങ്ങൾ മനസ്സിലാക്കാതിരിക്കുക, സ്വയം നിയന്ത്രണങ്ങൾ വെക്കുക. ഇത് ഏതാണ്? കടന്നൽ കൂട്ടത്തിൽ കല്ലിടുക. ഒരു കടന്നൽ കൂട്ടത്തിന്റെ പ്രത്യേകത എന്താ? കടന്നൽ കൂട്ടം ആരെയും സ്വയം ഒന്ന് ആക്രമിക്കൂല, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആക്രമണം ഉണ്ടാക്കൂല. നേരെ മറിച്ച് നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പിന്നെ ഐറ്റങ്ങളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവര് നമ്മളെ ഇടങ്ങേറാക്കുക. ഓക്കെ, അപ്പോ കടന്നൽ കൂട്ടത്തിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? നോക്കാം. അനർത്ഥ ഹേതുക്കൾ സ്വയം വിളിച്ചു വരുത്തുക. അനർത്ഥ ഹേതുക്കൾ സ്വയം വിളിച്ചു വരുത്തുക എന്നല്ല. അപ്പോ ഒരു പിന്നെ ഇതില്ലാതെ ഇതാക്കുന്ന സമയത്ത് ഐറ്റങ്ങളെ പാടായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതിൽ പറയാറുണ്ടല്ലോ. അപ്പൊ കടന്നലുകള് അവരുടെ കാര്യങ്ങളായിട്ട് നടക്കുന്ന സമയത്താണ് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നത്? അതിൽ കല്ലിടുന്നത്. അതോട് കൂടിയിട്ട് അവ പിന്നാലെ കൂടി പ്രശ്നമായി അല്ലേ? ആ ഒരവസ്ഥയ്ക്കാണ് കടന്നൽ കൂട്ടത്തിൽ കല്ലിടുക എന്ന് പറയുന്നത്. അനർത്ഥ ഹേതുക്കൾ സ്വയം ക്ഷണിച്ചു വരുത്തുക. പാറപ്പുറത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? പാറപ്പുറത്ത് തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഇപ്പൊ തൂലികാ നാമങ്ങൾ എന്നുള്ളത് ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ അതിന്റെ 6-7 പെയ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാക്കുക. 6-7 ക്ലാസ്സുകളാണ്. അതിൽ തൂലികാ നാമങ്ങളും പിന്നെ എഴുത്തുകാരും കൃതികളും ഇത് രണ്ടും കൂടെ നമ്മൾ ഒറ്റ ക്ലാസ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതില് പിന്നെ ഇത് ഓരോന്നും നമുക്ക് പഠിക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് ചില കണക്ഷൻസ് നമ്മൾ പറയാറുണ്ട്. അപ്പം പാറപ്പുറത്ത് ഇതില് നമ്മള് ഒരാൾ കണ്ടുപിടിച്ച് മത്തായി കിടന്നിട്ടുണ്ടെങ്കിൽ പാറപ്പുറത്ത് അങ്ങനെ കിടക്കും എന്ന് പറയും. മത്തായി കിടന്നാല് മത്തായി പാറപ്പുറത്ത് കിടന്നു എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ പാറപ്പുറത്ത് എന്ന തൂലിക നാമം ആരുടേതാണെന്ന് മനസ്സിലാവും.
കള്ളുടിച്ച് മത്തായിട്ടുണ്ടെങ്കിൽ പാറയാണോ കുളമാണോ റോഡാണോ എന്ന് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി പറയുന്നതാണ് പാറപ്പുറത്ത് മത്തായി കിടന്നു. ഇങ്ങനെ ഓരോരുത്തരും തൂലികാനാമം നമ്മൾ കണക്ട് ചെയ്ത് ഓരോ സെന്റൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PV അയ്യപ്പൻ, PC കുട്ടിക്കൃഷ്ണൻ, KE മത്തായി, ജോർജ് വർഗീസ്. ഇതില് KE മത്തായി ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, പാറപ്പുറത്ത് മത്തായി കിടന്നു. അപ്പൊ പിന്നെ പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KE മത്തായി ആണ്. KE മത്തായി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ്? ഇപ്പൊ കേരളത്തിലെ പിന്നെ എന്താ പറയാ നമ്പൂതിരി ജനവിഭാഗത്തിലുള്ള അന്തർജനങ്ങൾ വളരെയധികം പിന്നെ അടുക്കളയുമായി കണക്റ്റഡ് ആയി കിടക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങൾ ഇല്ലാത്തൊരു സംസ്കാരം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്പൂതിരിമാരുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾക്കിടയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു എഴുത്തായിരുന്നു VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം. അപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം VT ഭട്ടതിരിപ്പാട് എഴുതിയതാണ്. VT ഭട്ടതിരിപ്പാട് എഴുതിയതാണ്. അന്തർജനങ്ങളുടെ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി നയിക്കുന്ന ഒരു രചനയായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. മലയാള മാസങ്ങളിലെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ഏത്? മലയാള മാസം 12 മാസങ്ങൾ മലയാളത്തിലുണ്ട്. ഇതിലെ ഗണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. മലയാള മാസങ്ങളിലെ ഗണത്തിൽ ഉൾപ്പെടാത്തത് വൃശ്ചികം, മിഥുനം, ചിത്തിര, കുംഭം. അപ്പൊ ഏതൊക്കെയാണ് മലയാള മാസങ്ങൾ എന്നൊന്ന് ഓർത്തു വെക്കാം. ചിങ്ങം, കന്നി, തുലാം. ഇത് ഏത് മാസമാണെന്ന് അറിയാം? മലയാള മാസം ഏതാണ് എന്ന് അറിയാവോ? തുലാം മാസമാണ്. തുലാം അതിശക്തമായി പെയ്യുന്നു എന്നൊക്കെ പഴയ ആൾക്കാർ തന്നെ പറയുന്നുണ്ടാവും. അപ്പൊ തുലാം എന്താണ്? 3ാമത്തെ മാസമാണ് തുലാം. വൃശ്ചികം, നെക്സ്റ്റ് വൃശ്ചികം. അത് കഴിഞ്ഞ് ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഓക്കെ. അപ്പൊ ഇതില് നോക്കൂ, വൃശ്ചികം, മിഥുനം, കുംഭം, ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഒന്നുകൂടി വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിലേതാ ഇല്ലാത്തത് നോക്കാം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അപ്പൊ ഈ മാസങ്ങളിൽ ഇല്ലാത്തത് ഏതാണ്? ഇതിലേതാ ഇല്ലാത്ത ഓപ്ഷൻസിൽ മലയാള മാസങ്ങളിൽ ഗണത്തിൽ പെടാത്തത് ഏതാണ്? ചിത്തിര എന്നാണ്. പിന്നെ മലയാള മാസത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട ചെറിയ കാര്യം, മലയാള വർഷം ആരംഭിക്കുന്നത് ചിങ്ങം കൊണ്ടാണ്. ചിങ്ങം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഓണം വരുന്ന മാസം, അവസാനിക്കുന്നത് പിന്നെ കർക്കിടകം എന്നാണ്. പിന്നെ ഇത് മാസവുമായി ബന്ധപ്പെട്ട് മുമ്പ് വന്ന മറ്റൊരു ചോദ്യം, പിന്നെ ആഷാഢമാസം എന്നറിയപ്പെടുന്ന മാസം, ആഷാഢമാസം എന്നറിയപ്പെടുന്നത് ഏതാണ്? കർക്കിടക മാസത്തിനാണ് ആഷാഢമാസം എന്ന് പറയുന്നത്. ഇത്രയും മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം അതാണ് വരാറുള്ളത്. ഏത് എന്ന് പറയാൻ പറ്റില്ല. മലയാള മാസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ മലയാള മാസങ്ങളിൽ ഗണത്തിൽ പെടാത്തത് ചിത്തിരയാണ്. ഓപ്ഷൻ സി, ചിത്തിരയാണ് ഗണത്തിൽ പെടാത്തത്. അതിഥിതൊഴിലാളി എന്ന അതെ, അതിഥി തൊഴിലാളി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചേർത്തി എഴുതുന്നതും അത് വിഗ്രഹിക്കുന്നതൊക്കെ വരാറുണ്ട്. അപ്പൊ അതിഥി തൊഴിലാളി എന്നതിന്റെ നമ്മളൊരു വിഗ്രഹിച്ചർത്ഥം പറയുന്നത് എന്താണ്? അതിഥിയായ തൊഴിലാളി. അതിഥിയും തൊഴിലാളിയും. അതിഥിയുടെ തൊഴിലാളി, അതിഥി എന്ന തൊഴിലാളി ഏതാണ്? അതിഥിയായ തൊഴിലാളി. അതെ, അതിഥിയായ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള തൊഴിലാളിയാണ് ബംഗാളികളൊക്കെ എന്നുള്ള അർത്ഥത്തില് പിന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രയോഗം, അതിഥി തൊഴിലാളികൾ എന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ അതാണ് അതിഥിയായ തൊഴിലാളി. ആ ഒരു അർത്ഥത്തിലാണ് അതിഥി തൊഴിലാളി എന്ന് ഉപയോഗിക്കുന്നത്. കരളല്ലേ നീ എന്റെ ജീവനല്ലേ, ഈ എഴുതിയത് ആര്? ഇരുമയ്യാണെങ്കിലും നമ്മളെ കരളല്ലേ. ഇടപ്പള്ളി രാഘവൻ പിള്ള, P. ഭാസ്കരൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള,
ONV കുറുപ്പ്. ചങ്ങമ്പുഴയുടെ വരികളാണ്. ഇരുമെയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ. അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു നമ്മള് ഈ പിന്നെ ഇതിന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ വരുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരു 10 കവിതാ വരികൾ, അതിൽ നിന്ന് നമുക്കൊരു 2 ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് ഇതിന്റെ കിടപ്പ് വരുന്നത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചന അർത്ഥമല്ലാത്ത പദം ഏത്? ബഹുവചന അർത്ഥമല്ലാത്ത പദം ഏത്? കുട്ടികൾ, അവറുകൾ, മൃഗങ്ങൾ, ജനങ്ങൾ. ഇതില് ബഹുവചന അർത്ഥമല്ലാത്ത പദം ഏത്? അവറുകൾ എന്നുള്ളതാണ്. ബഹുവചനങ്ങൾ അറിയാലോ, ബഹുവചനങ്ങൾ എന്നുള്ള വാക്കിൽ ബഹുവചനമാണെങ്കിലും അർത്ഥത്തിൽ ഏകവചനമായി വരുന്ന, പിന്നെ അഥവാ നമ്മൾ ബഹുമാന പൂജക ബഹുവചനം എന്നാണ് അതിന് പറയാം. ബഹുമാന സൂചകാർത്ഥം സ്വാമി, സ്വാമികൾ, അതുപോലെ അവർകൾ, പിന്നെ ഗുരുവര്യർ, വൈദ്യർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അതുപോലെ ഉപയോഗിക്കുന്ന വാക്ക് ബഹുവചനവും അർത്ഥം ഏകവചനവുമായ പദമാണ് അവർകൾ എന്നുള്ളത്. അതിന് പൂജക ബഹുവചനം എന്നാണ് പറയാറുള്ളത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അലങ്കാരമായത്. അപ്പൊ അലങ്കാരം ഭാഷയുടെ പിന്നെ ഒരു രീതിയാണ്. മന്ദ, ക്രാന്ത, മല്ലിക, അനന്വയം, കുസുമമഞ്ചരി. ഇതിൽ അലങ്കാരമായത് അനന്വയമാണ്. അനന്വയമാണ് അലങ്കാരത്തിന്റെ രൂപങ്ങൾ. കാണം വിറ്റും ഓണം ഉണ്ണണം. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത് പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലാണ്, ശൈലിയല്ല, പഴഞ്ചൊല്ലാണ്. നമ്മൾ പറയാറുള്ളതാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ഒന്നാണ്. ചിലപ്പതികാരത്തിന്റെ കർത്താവ് ആര്? ചിലപ്പതികാരത്തിന്റെ കർത്താവ് ആര്? ഒരു കൃതിയാണ് ചിലപ്പതികാരം എന്നുള്ളത്. അതിന്റെ കർത്താവ് ആരാണ്? അത് എഴുതിയത് ആരാണ്? ജ്ഞാനസമ്പന്തർ, ഇളം കോവടികളാണ്. ഒരു മഹാകാവ്യമാണ് ചിലപ്പതികാരം എന്നുള്ളത്. ചിലമ്പിന്റെ കഥ എന്നുള്ള അതിൽ നിന്ന് വന്നതാണ് ചിലപ്പതികാരം എന്ന് പറയുന്നത്. 3 അധ്യായങ്ങളിലായിട്ട് 5700 വരികളാണ് ഇതിനുള്ളത്. 3 പിന്നെ അതേപോലെ തമിഴിലെ 5 മഹാകാവ്യങ്ങളിൽ ഒന്നായ ജൈനമത സിദ്ധാന്തങ്ങളെയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. പിന്നെ മണിമേഖല എന്ന മഹാകാവ്യം ചിലപ്പതികാരത്തിന്റെ തുടർച്ചയാണ്. ഇളങ്കോവടികൾ ആയ കേരളീയനായിരുന്നു ഇതിന്റെ രചയിതാവ്. ഇളങ്കോവടികൾ എന്ന് പറഞ്ഞാൽ യുവരാജാവ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണ്. ഏതായാലും ചിലപ്പതികാരത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, ഇളംകോവടികൾ എഴുതിയ മഹാകാവ്യമാണ്. ആകാശം എന്നർത്ഥം വരാത്ത പദമേത്? ആകാശം എന്നർത്ഥം വരാത്ത പദമേത്? അപ്പൊ ഗഹനം, ഗഗനം, വ്യാമം, നഭസ്. അതിൽ ഈ ഗഹനം എന്ന പദത്തിന്റെ അർത്ഥം ഗുഹ, ദുഃഖം, പടുകുഴി, ഗർത്തം, കടക്കാൻ പ്രയാസമുള്ള സ്ഥലം, കാട് എന്നിങ്ങനെയൊക്കെയുള്ള പല അർത്ഥങ്ങളുണ്ട്. അപ്പോ ആകാശം എന്നതിന്റെ അർത്ഥം വരാത്ത പദം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആകാശം എന്ന അഥവാ ഗഹനം എന്നുള്ള പദത്തിന് മാത്രമാണ്. ചുവടെ ചേർത്തതിൽ നോവൽ അല്ലാത്തത് ഏത്? ചുവടെ ചേർത്തതിൽ നോവൽ അല്ലാത്തത് ഏത്? ഒന്ന്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, ആത്രേയകം, മുദ്രിത, മെഹബൂബ് എക്സ്പ്രസ്. അപ്പോൾ ഇതില് നോവൽ അല്ലാത്തത്, ചുവടെ ചോദിച്ചതിലുള്ള നോവൽ അല്ലാത്തത് ഏത്? മെഹബൂബ് എക്സ്പ്രസ് ആണ്. മെഹബൂബ് എക്സ്പ്രസ് എന്നുള്ളത് കഥാസമാഹാരമാണ്. എഴുതിയത് അൻവർ അലിയാണ്.
അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ളത് നിംന വിജയ് എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. പിന്നെ ആത്രേയകം എന്നുള്ളത് ആർ രാജശ്രീ എഴുതിയതാണ്. ഒരു ഫെമിനിസം തുളുമ്പുന്ന നോവലാണ്. മുദ്രിത എന്നുള്ളത് പിന്നെ ജിസ ജോസ് ബൈ ജയശ്രീ കളത്തിൽ എഴുതിയ ഒരു നോവലാണ്. ജയശ്രീ കളത്തിൽ എഴുതിയതാണ് മുദ്രിത. അതില് മെഹബൂബ് എക്സ്പ്രസ് ആണ് നോവൽ അല്ലാത്തത്. ഓക്കെ, അപ്പം ഒരു 30 ചോദ്യങ്ങൾ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള 10 ചോദ്യങ്ങൾ വരുന്നത് പിന്നെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് പാരഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് 10 ചോദ്യങ്ങൾ വരുന്നത്. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇതോടൊപ്പം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. അഥവാ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ മലയാളത്തിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അപ്പം ഈ രീതിയിലാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ക്ലാസ് അല്ല, പല വിഷയങ്ങളും. ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വിഷയം 20-30 മിനിറ്റൊക്കെ വിശദീകരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഫോക്കസ് അക്കാദമിയുടെ കീഴിൽ നിങ്ങൾക്ക് ഇതിലെ ഓരോ ഭാഗങ്ങളും വ്യക്തമാക്കി തരുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനി ക്ലാസ്സിന് ചേരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ പറയപ്പെട്ട ഏരിയകളിലൂടെ കൃത്യമായി കടന്നുപോയ പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, പദപ്രയോഗങ്ങൾ, അതിൽ വരാത്തൊരു ചോദ്യമാണ് അക്ഷരത്തെറ്റ്. കാര്യമായിട്ട് ഇതിൽ ചോദ്യം വന്നിട്ടില്ല. 2 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. കവയത്രി, കവിയിത്രി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രതിജ്ഞ, ഐക്യകണ്ഠേന, അങ്ങനെയുള്ള കുറച്ച് പദങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇതിൽ വരാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് അറബിക്കിന്റെ പിന്നെ കേട്ടിട്ട് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ.